ബംഗാളിൽ കൊല്ലപ്പെട്ട ബംഗ്ലാദേശ് എം പി അൻവാറുൽ അസീമിന്റേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. കൊൽക്കത്ത ന്യൂ ടൗണിലുള്ള ഫ്ളാറ്റിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ബംഗ്ലാദേശ് എം പി അസീം അനാറിന്റെ സുഹൃത്തായ അബ്ദുറഹ്മാനാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഇതിനായി അബ്ദുറഹ്മാന്റെ കാമുകിയായ ഷിലാസ്തി റഹ്മാനെ ഉപയോഗിച്ച് അസീം അനാറിനെ ഹണി ട്രാപ്പിൽ കുരുക്കി. തുടർന്ന് ഇദ്ദേഹത്തെ കൊൽക്കത്തയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പ്രതികൾ ആസൂത്രണം ചെയ്തതനുസരിച്ച് അസീമിനെ ന്യൂ ടൗണിലെ ഫ്ളാറ്റിലെത്തിച്ച് കൊലപ്പെടുത്തി. കശാപ്പുകാരനായ ജിഹാദിന്റെ സഹായത്തോടെ മൃതദേഹം 80 കഷ്ണങ്ങളാക്കി വെട്ടിനുറുക്കി. ശരീരഭാഗങ്ങൾ പല സ്ഥലങ്ങളിലായി പ്രതികൾ ഉപേക്ഷിച്ചു. ഫ്ളാറ്റിലെ ശൌചാലയത്തിലൂടെ ഒഴുക്കിക്കളഞ്ഞ മൃതദേഹാവശിഷ്ടങ്ങളാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെടുത്തത്. ഏകദേശം 3.5 കിലോഗ്രാം മനുഷ്യമാംസവും മുടിയും കണ്ടെത്തി. അസീം അനാറിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാൻ ശരീരഭാഗങ്ങൾ ഫോറൻസിക് പരിശോധനകൾക്ക് അയച്ചിട്ടുണ്ട്. കേസിൽ കശാപ്പുകാരൻ ജിഹാദ് ഹൽവദാറിനെ കൊൽക്കത്ത പോലീസിന്റെ CID സംഘം നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഫ്ളാറ്റ് പരിശോധിക്കാൻ അന്വേഷണ സംഘത്തെ ഇടയാക്കിയത്. ഫ്ളാറ്റിൽ നിന്ന് ശേഖരിച്ച രക്തസാമ്പിളും അസീം അനാറിന്റെ കുടുംബാംഗങ്ങളുടെ രക്തസാമ്പിളും ശേഖരിച്ച് DNA പരിശോധന നടത്താനാണ് ധാക്ക പോലീസിന്റെ നീക്കം. അസീം അനാറിന്റെ കൊലക്കേസിൽ ഷിലാസ്തി റഹ്മാൻ, അമാനുള്ള അമാൻ, ഫൈസൽ അലി എന്നിവരാണ് ബംഗ്ലാദേശിൽ നിന്ന് പിടിയിലായിട്ടുള്ളത്. ഇതിനു മുമ്പ് 2 തവണ പ്രതികൾ അസീമിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ വർഷം ജനുവരി മെയ് കാലയളവിൽ 3 തവണയാണ് അസീം അനാർ ബംഗ്ലാദേശിൽ നിന്ന് കൊൽക്കത്തയിലെത്തിയിരുന്നത്. 3ാം തവണയാണ് പ്രതികൾ കൃത്യം നടപ്പിലാക്കിയത്. അസീം അനാറിനെ കൊലപ്പെടുത്താൻ പിന്നിലുള്ള പ്രതികാരമെന്ത്? കണ്ടുകിട്ടിയ ശരീരഭാഗങ്ങൾ അസീം അനാറിന്റേതാണോ? കൊലയ്ക്കുപയോഗിച്ച ആയുധങ്ങളെവിടെ? ഒരുപാട് ചോദ്യങ്ങളാണ് ഉത്തരമില്ലാതെ അവശേഷിക്കുന്നത്. 24 ഡൽഹി.